ഹലോ, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:10 ആയി. അപ്പം രാവിലെ അതില്ലാത്ത ശീലമാണ്. എന്നാലും ഞാൻ രാവിലെ ഇനി അമ്പലത്തിൽ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ, ഉണ്ണി, അമ്മ, ബിന്നുവാൻറ്റി. ബിന്നുവാൻറ്റി ഇല്ല, ലാസ്റ്റ് ടൈം ആയപ്പോൾ ബിന്നുവാൻറ്റി വരുന്നില്ലെന്ന് ഒരടി കൊടുക്കണ്ടേ. അപ്പം ബിന്നുവാൻറ്റി അമ്മയും ദിവസം പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 മാസമായി. ഇന്ന് ഒക്ടോബർ 5 ഈ വീഡിയോ എന്നിടുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഇന്ന് നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 മാസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയാലോ? അങ്ങനെ നമ്മൾ ഒരുങ്ങി ഇറങ്ങി. ഇനി നമ്മൾ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ ഉണ്ണിയെ തേടി പോകുന്നു. ഉണ്ണി എവിടെ? ഉണ്ണി എവിടെ? ടിൻഡിൻ. അയ്യോ, ബാക്കി നേരെ നടന്നു വിടുന്നേ. എൻ്റെ അമ്മയാ. നല്ല രസമുണ്ടല്ലേ. ഇന്ന് നമ്മുടെ നന്ദാവയുടെ വീടാണ്. എല്ലാവരും ഉറക്കമായിരിക്കണം. തെക്കേലമ്മ നമുക്ക് ലൈറ്റ് ഇട്ടെന്നാണ് പറഞ്ഞത്. ദേ നമ്മുടെ മടിച്ച് ബിന്ദുവാൻറ്റി വന്നിട്ടില്ല. അവിടെ പച്ച ലൈറ്റ് ഇട്ട് നിപ്പോണ്ട്. ഉണ്ണിയെ കിട്ടി. ഹായ്, ഉണ്ണിയുടെ നല്ല ഉടുപ്പ് സുന്ദരിയായിട്ടുണ്ടല്ലോ. നോമ്പോതപ്പ. ഇതാണ് നമ്മുടെ കേശു. ടാറ്റാ. അയ്യോ, അതെ, ഞാൻ ഒരു ദിവസം അമ്പലത്തിൽ പോയത് നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ ആജന്മ ശത്രുവാണ്. എന്തേ പോയോ കയറി? ഇല്ല, അവിടെ ഉണ്ട് ഗായ്സ്. ഞങ്ങളെ ഒരു വെട്ടത്തിലും കിട്ടുന്നില്ല. ഞങ്ങളുടെ പല്ല് മാത്രം ഇങ്ങനെ കത്തിരിക്കുന്നു. വേറെ ഒരു വെട്ടത്തിലും ഞങ്ങളെ കിട്ടുന്നില്ല. ഞങ്ങൾ കുറെ നേരം കൂടി നോക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ പല്ലില്ലയോ? അപ്പൊ ഒന്നുമില്ല. അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു. നല്ല രസമുണ്ടായിരുന്നല്ലേ? എന്നും രാവിലെ പോയാലോ ഉണ്ണിപാത്രം. നമ്മളിനി എങ്ങോട്ട് പോകുന്നു? നേരെ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഐലൈനർ എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നീ എഴുതിയിട്ടില്ലല്ലോ. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. നമ്മൾ ഉണ്ണിയുടെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ഉണ്ണിയുടെ വീട്. എല്ലാവരുടെ വീടല്ലേ, ഇനി ഉണ്ണിയുടെ കൂടെ കണ്ടോ തല അടിച്ച്. നമുക്ക് ബിന്ദു ആൻറ്റിയെ കാണാം. വരത്തില്ല ഇപ്പൊ ക്യാമറക്കകത്ത്, നോക്കിക്കോ. എന്താ അമ്പലത്തിൽ വരാതെ? ഇവിടെ റെഡി ആയില്ലല്ലോ. വേറെ എവിടെ? തക്കാളി അരിഞ്ഞില്ല. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് കറി? മീനൊന്നും കിട്ടിയില്ല. ഇന്ന് വെജിറ്റേറിയൻ കൂടാണോ? അല്ല, മീൻ വരുമ്പോ മേടിക്കും. ഓക്കെ. ഉണ്ണിയെ വീട്ടിൽ വിട്ട് ഞാനും വീട്ടിലെത്തി. 7 മണി ആയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ഉറങ്ങാന്ന്. അപ്പൊ ഉണ്ണി ഇപ്പൊ ട്യൂഷൻ വരും. ഈ ലെവലിൽ നിന്ന് ഉറക്കത്തിൽ തെടിച്ച് വന്നിട്ടുണ്ട്. കടിയാടാൻ വന്നയാണോ? കണ്ട ഗ്ലാസ്സിൽ കൂടെ നോക്കിയ അമ്മൂമ്മ. കളിയാടാൻ വന്നയാണോ? എന്തുവാ, കൃഷ്ണനാണോ? ആര് വെച്ചത്? എന്താ പേരാ? അയ്യോ, ഇത് എന്തുവാ ഇത്? അമ്മാമ്മയുടെ എണ്ണ പറഞ്ഞവരെ എനിക്ക് തൊടാൻ വയ്യ. അതാ എന്റെ കൗണ്ടർ എനിക്കിട്ട് പേര് പിടിക്കി. അടുത്താണ് ഐ മേക്കപ്പിന് കേറിയിട്ടുണ്ട്. ഞങ്ങള് മൂന്നും കൂടെ ചേർന്ന് ഇങ്ങനെയാണ് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഒരംഗം കഴിഞ്ഞടുത്ത് മോണാക്ടുണ്ടോ?
കോച്ചി പിടിച്ചാ പിടിച്ചോന്നല്ല കോച്ചി പിടിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യുവാ? ഞങ്ങളിവിടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ടയറൊക്കെ കെട്ടി അശ്രാന്ത പരിശ്രമമാണ്. ശ്രമം ഫലമാകുമോ വിഫലമാകുമെന്ന് കാറ്റടിച്ച വീടുമല്ലോ. അങ്ങനെ അടുത്ത പരിപാടി വേണ്ടേ ഇവിടെ നമ്മൾ അങ്ങനെ നമ്മൾ ഡാൻസിന് പോകുന്നു. ഷാള് കിട്ടില്ല. എവിടെ പോകുന്നു? എന്താ പോവാപ്പം. ഗൈസ് ഞങ്ങൾ 3 ആയിരുന്നു പോകുന്നത്. ഉണ്ണിക്ക് എക്സാം ഉള്ളത് കൊണ്ട് ഉണ്ണി ലീവ് എടുത്തേക്കുന്നു. ചുമച്ചുണ്ണി. അപ്പോ ടാറ്റ. ഞാനൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പോകുന്നത്. അപ്പൊ ബൈ. കുറെ നേരം കൂടി ടാറ്റ പറയുന്നല്ലേ. ടാറ്റ. വീട്ടിലെത്തി. അമ്മ വിശേഷം ചോദിക്കും. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോന്നു. സാമ്പാർ, മീൻകൂട്ടാൻ, മീൻ വറുത്തത്, അച്ചാറ്. അപ്പൊ കഴിച്ചിട്ട് വരാമേ. അങ്ങനെ ഞാൻ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ 2 പേര് എത്തിയിട്ടുണ്ട്. ഉണ്ണി പഠിക്കാനും പോന്ന്, നന്ദാവ് ഉറങ്ങാനും പോന്ന്. ഉറക്കും ഞാൻ ഉറക്കി ഇടും അവിടെ. നന്ദാവെ ഉറക്കാനും പോന്ന്, ഉണ്ണി പഠിക്കാനും പോന്ന്. അല്ലേ ഉണ്ണി? പഠിച്ചില്ലെങ്കിലാ. ഉണ്ണി പഠിക്കാനും പോന്ന്, നന്ദാവ് ഉറങ്ങാനും പോന്ന്, ഞാനും ഉറങ്ങാൻ പോന്ന്. തന്നോളെ ഉറയിക്കേ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മാത്സ് പഠിപ്പിക്കും. ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീച്ച് വന്നപ്പോഴത്തേക്ക് ഓരോരുത്തരായി വരാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ വിശ്വാസം തെറ്റാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. അപ്പൊ ബൈ.